ജയ് സറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1021 കർക്കിടകം 5 2026 ജൂലൈ 21 ചൊവ്വാഴ്ച. കർക്കിടകം 5 ദിവസം 5 പാരായണം ചെയ്യേണ്ടുന്ന വരികൾ 623 വരികളാണ്. 2 പ്രധാന ഭാഗങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്: രാമാഭിഷേക വിഘ്നവും വിച്ഛിന്നാഭിഷേകവും. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് നമ്മൾ കണ്ടു. കൗസല്യാദേവി തന്റെ മകന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ഉണ്ടാകണമേ, മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇന്ന് ആരംഭിക്കുന്നത് ആ കൗസല്യാദേവിയുടെ പ്രാർത്ഥനയുടെ തുടർച്ചയാണ്. കൗസല്യാദേവി പ്രാർത്ഥിക്കുകയാണ്: ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി, ദുർഗതി നീക്കി തുണച്ചിയുടെ നമ്പികേ. അല്ലയോ ഭഗവതി ദുർഗേ, എല്ലാ ദുഷ്കൃതത്തെയും നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതിന് കാരണം, അതിനു മുമ്പ് പറയുന്നു, കേകയപുത്രി വശകഥനാകയാൽ. സത്യസന്ധനാണ് രാജാവ്, സത്യസന്ധൻ, നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കേകയപുത്രി വശകഥനായതുകൊണ്ട്, കൈകേയിയിൽ ആകൃഷ്ടനായതുകൊണ്ട്, കൈകേയിയോട് കുറച്ച് സ്നേഹം കൂടുതൽ ദശരഥന് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയം കൗസല്യാദേവിക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു വരിയിൽ പ്രത്യേകിച്ച് കൊടുക്കുന്നു: നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തേശ്വര. കൈകേയിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ലല്ലോ. കാരണം ഇവിടെ കൗസല്യാദേവിയുടെ കൂടെ തന്നെ സുമിത്രയുണ്ട്. സുമിത്രാദേവിയും കൗസല്യാദേവിയും കൂടി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മറ്റൊരാൾ വന്നിട്ട് ഈ വൃത്താന്തം പറഞ്ഞത്. അപ്പോഴാണ് സന്തോഷത്തോടുള്ള മാല കൊടുത്തത്. അപ്പൊ കൈകേയിയുടെ മനസ്സിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു സംശയം ഇവിടെ പറയുകയാണ് അത് നമ്മുടെ കൗസല്യ മാതാവ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവലോകത്തെ ഒരു ചർച്ച രാമായണത്തിൽ കാണിക്കുകയാണ്. ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഭഗവതിയോട്, സരസ്വതിയോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ്. മാനവരെല്ലാവരും ഒത്തു നിരൂപിച്ച് വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു. വാണി ഭഗവതിയായിരിക്കുന്ന, വാക്കിന്റെ ദേവതയായിരിക്കുന്ന സരസ്വതിയോട് ദേവന്മാരെല്ലാവരും ചേർന്ന് ഒരു അപേക്ഷ വെക്കുകയാണ്. ആ അപേക്ഷ ഇങ്ങനെയാണ്: ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാർ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. അല്ലയോ സരസ്വതി, അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ അയോധ്യയിലേക്ക് ചെല്ലണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. രാമന്റെ അഭിഷേകത്തിന് തടസ്സമുണ്ടാക്കാൻ, രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തുവാൻ കഴിവുള്ളവരാരും വേറെ ആരുമില്ല. അതുകൊണ്ട് ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച്, അല്ലയോ ഭഗവതി സരസ്വതി, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് ചെന്നിട്ട് മന്ദരയുടെ നാവിൽ വസിച്ചിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചുകൊണ്ട് മുടക്കണം. മന്ദരയുടെ നാവിൽ ഇരിക്കണം, മന്ദരയെ കൊണ്ട് കൈകേയിയോട് പറയിപ്പിക്കണം, കൈകേയിയെ കൊണ്ട് രാജാവിനോട് പറയിച്ചിട്ട് രാമന്റെ അഭിഷേകം മുടക്കണം. പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പഠിക്കരുത്. അതെല്ലാം ചെയ്തതിനു ശേഷം അല്ലയോ സരസ്വതി അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ രാമായണത്തിൽ കാണുന്നത് അയോധ്യയുടെ സീനാണ്. അയോധ്യയിൽ അടുത്ത വരിയിൽ പറയുന്നു: അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. 3 വളവുകളുള്ള ഊനുള്ള മന്ധര ഈ സമയത്ത് മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. നേരെ മന്ധര പോയിട്ട് കൈകേയെ കാണുകയാണ്. കൈകേയുടെ മുമ്പിലൂടെ മന്ദര പോകുന്നത് കണ്ടിട്ട് കൈകേയി ചോദിക്കുകയാണ്: മന്ദരെ, ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്താണ് ഇങ്ങനെ ഈ രാജ്യത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നല്ലോ. മന്ദരയോട് ചോദിക്കുക കൈകേയി, എന്താണ് രാജ്യമൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്നത്, എന്താണ് വൃത്താന്തം, എന്തോ ഒരു സന്തോഷം നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ മന്ദര കൈകേയിയോട് പറയുന്ന വാക്കുകൾ: ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ, നീ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ അറിയാത്തത് എന്നൊരു ദേഷ്യത്തോടു കൂടിയിട്ട് മന്ദര പറയുക. എന്നിട്ട് പറയുന്നു: ഏറിയൊരു ആപത്ത് വന്നെടുത്തു നിനക്കൊരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. ആ അപകടം എന്താണെന്നറിയണ്ടേ? രാമാഭിഷേകം അടുത്ത നാളുണ്ടോ, നാളെ തന്നെ ശ്രീരാമൻ അഭിഷേകം നടക്കാൻ പോകുന്നു. അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം. കാമിനിമാർ കുലമൗലി മാണിക്യമേ, അല്ലയോ
കാമിനിമാരുടെ അല്ലെങ്കിൽ രാജ്ഞിമാരിൽ വെച്ചിട്ട്, സുന്ദരിമാരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠയായിരിക്കുന്ന അല്ലയോ കൈകേയി, നീ എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുമ്പോൾ നിനക്കൊരു അപകടം സംഭവിക്കാൻ പോകുന്നു. ആ അപകടം എന്നത് നാളെ ശ്രീരാമന് അഭിഷേകം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. കേട്ടപ്പോ കൈകേയി വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു പൊന്നിന്റെ ചിലങ്ക, ഒരു പൊൻതളയെടുത്തിട്ട്, കാലിലിടുന്ന ഒരു പൊൻതളയെടുത്തിട്ട് മന്ത്രയ്ക്ക് കൊടുക്കുകയാണ്. നോക്കൂ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ കൈകേയി രാമനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു പറയാറുണ്ട്. പക്ഷെ ഇവിടെ രാമൻ അഭിഷേകം നാളെയാണ് എന്ന സന്തോഷ വാർത്തയാണ് കൈകേയിക്ക് ആദ്യം കിട്ടുന്നത്. കൈകേയി ഉടനെ തന്നെ ആ സന്തോഷ വാർത്ത കേട്ടിട്ട്, ശ്രദ്ധിക്കണം, സന്തോഷ വാർത്ത കേട്ടിട്ട് ഒരു സ്വർണത്തിന്റെ തളയെടുത്തിട്ട് മന്ദരയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത്രയും സന്തോഷമുള്ളൊരു വാർത്ത ഈ കാലത്ത് കേൾക്കുമ്പോ എന്തിനാണ് മന്ദര ഇതൊരു ദുഃഖവാർത്തയാണ് എന്ന രീതിയിൽ നീ പറയുന്നത്? എന്താണ് നീ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക് നീ. നോക്കൂ, എന്നുടെ രാമകുമാരനോളം കൈകേയി പറയാണ്, എന്റെ രാമനോടുള്ള അത്രയ്ക്ക് സ്നേഹം എനിക്ക് വേറെ ആരോടുമില്ല. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ രാമനോടാണ്. കൈകേയി പറയണത്, എന്റെ രാമനോടുള്ളത് അത്രയും സ്നേഹം എനിക്ക് ലോകത്ത് വേറെ ആരോടുമില്ല. അടുത്ത വരിയിൽ പറയുന്നു, അത്രയുമല്ല, അത് മാത്രവുമല്ല, ഭരതനേക്കാൾ മമപുത്രനാം രാമൻ സ്നേഹം എനിക്ക്. രാമന് എന്നോട് ഏറ്റവും സ്നേഹമാണ്. എന്റെ പുത്രനായിട്ടുള്ള ഭരതനേക്കാൾ എനിക്ക് സ്നേഹം രാമനോടാണ്. നമ്മളെല്ലാവരും കൈകേയിയെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല. കൈകേയി കാരണം രാമൻ കാട്ടിൽ പോയി എന്നുള്ളതാണ്. പക്ഷേ ആദ്യമായിട്ട് രാമന് അഭിഷേകം നടക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഒരു പൊൻതളയെടുത്ത് സമ്മാനിച്ചുകൊണ്ട് കൈകേയി പറയുകയാണ്, രാമന് ഈ ലോകത്ത് എന്നോട് വളരെ സ്നേഹമാണ്. എനിക്കാവട്ടെ എന്റെ മകനായ ഭരതനേക്കാൾ സ്നേഹം രാമനോടാണ്. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും. രാമന്റെ മാതാവായ കൗസല്യേക്കാൾ എന്നോട് സ്നേഹമുണ്ടെന്നാണ് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. മാത്രവുമല്ല, നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദനൻ. എന്റെ മകനുണ്ടല്ലോ, എന്റെ മോനുണ്ടല്ലോ, രാമനെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ മകൻ എന്നാണ് രാമനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മകനായ ശ്രീരാമൻ നല്ല വസ്തുക്കൾ എന്തെങ്കിലും കിട്ടിയാൽ അത് ആദ്യം എനിക്കാണ് കൊണ്ടുതരിക, അതിനുശേഷമേ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക പോലും ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ആ രാമനെ കുറിച്ചാണോ നീ പറയുന്നത്? മൂഢേ, നിനക്കെന്ത് രാമങ്കൽ നിന്നൊരു പേടി ഉണ്ടാവാനായത്? അതേ മൂഢയായിരിക്കുന്ന മന്ധരെ, നിനക്ക് രാമനിൽ നിന്ന് എന്താണ് പേടിക്കാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്? നീ ഇപ്രകാരമൊക്കെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ മന്ദര കൈകേയിയോട് പറയുകയാണ്, പാപേ, മഹാഭയ കാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ഹേ കൈകേയി, അവിടുന്ന് ആദിയാണ്. കാരണം രാജാവ് നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ? എന്താ വഞ്ചിച്ചത്? നിന്റെ മകനായിട്ടുള്ള ഭരതനെയും, ഭരതന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന, ഭരതൻ ഏറ്റവും പ്രിയമുള്ള ശത്രുഘ്നെയും അവരുടെ അമ്മാവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടില്ലേ ദശരഥൻ? ഈ ഒരു സമയത്ത് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ്. രാജ്യാഭിഷേകം മാത്രമല്ല, അതിന് കാരണം എന്താ? രാജ്യാഭിഷേകം രാമനാണെങ്കിൽ രാജ്യത്തിന്റെ അനുഭൂതി, ആ രാജ്യത്തിന്റെ സുഖം, ആ രാജസുഖങ്ങളെല്ലാം തന്നെ കിട്ടാൻ പോകുന്നത് ലക്ഷ്മണനും കൂടിയാണ്. ശ്രദ്ധിക്കുക, ഈ ഏഷണി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ബാലകാണ്ഡം സമാപിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഭരതനെയും ശത്രുഘ്നെയും തന്റെ അമ്മാവന്മാരെ കാണുന്നതിന് വേണ്ടിയിട്ട് പോയതാണ്, യുദ്ധാജിത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്. ഇവിടെ അഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് ദശരഥൻ തീരുമാനിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഭരതനും ശത്രുഘ്നും ഇവിടെ ഇല്ല. എന്നിരുന്നാലും ഇത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട്, മുഹൂർത്തം എടുത്തതുള്ളത് കൊണ്ട് നമുക്ക് നാളെ തന്നെ ചെയ്യാം എന്ന് പറയുന്ന ദശരഥൻ നമ്മൾ കണ്ടു. ഭരതനെയോ ശത്രുഘ്നെയോ മറന്നുപോയത് കൊണ്ടല്ല. പക്ഷെ ഇവിടെ മന്ധരയ്ക്ക് കൈകേയിയുടെ ഉള്ളിൽ ആ വിഷം പതിപ്പിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്. ആ കാരണമായിട്ടാണ് ആദ്യം മന്ധര അതിന് ഉപയോഗിക്കുന്നത്. അല്ലയോ കൈകേയി, അങ്ങയുടെ അവിടുന്ന് മകനായ ഭരതനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി, ഭരതൻ ഏറ്റവും സ്നേഹമുള്ള ശത്രുഘ്നെയും ഇവിടെ നിന്ന് മാറ്റി നിർത്തി. ആ രണ്ടുപേരും ഇല്ലാതെയാണ് ഇവിടെ അഭിഷേകം തീരുമാനിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, രാമനെ അഭിഷേകം ചെയ്ത രാമൻ യുവരാജാവായി. രാമന്റെ കൂടെ സദാസമയവും സഞ്ചരിക്കുന്ന ലക്ഷ്മണന് അതിന്റെ സുഖങ്ങളൊക്കെ കിട്ടും. രാമന്റെ അമ്മയായ കൗസല്യാദേവിക്ക് രാജമാതാവെന്ന ഒരു പട്ടം കിട്ടും, ആ സുഖങ്ങളൊക്കെ കിട്ടും.
ലക്ഷ്മണൻ രാമന്റെ കൂടെ സദാസമയം ഉള്ളത് കൊണ്ട് ലക്ഷ്മണന്റെ മാതാവായിട്ടുള്ള സുമിത്ര ദേവിക്കും അതുപോലെ എല്ലാവിധ സുഖങ്ങളും കിട്ടും. പക്ഷേ നിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ മകന് രാജാവാകാൻ സാധിക്കുന്നില്ല, രാജഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ രാജമാതാവാകാനുള്ള അല്ലെങ്കിൽ ആ ഒരു പദവി പോലും നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് നീ ഇവരെയൊക്കെ സേവിച്ചുകൊണ്ട്, ആരെയൊക്കെ, കൗസല്യയെയും സുമിത്രയെയും ഒക്കെ സേവിച്ചുകൊണ്ട് ഒരു ദാസിയെ പോലെ ജീവിക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ഈ രാജ്യത്വമൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ നിന്ന് ഓടിച്ചു കളയാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ നിന്നെ വധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ കൈകേയിക്കും മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതോടൊപ്പം അതിന് പ്രതിവിധി കൂടി ഇവിടെ മന്ദര പറഞ്ഞു കൊടുക്കുക. മന്ദര പറയുന്നു, നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ, അല്ലയോ കൈകേയി, നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ നിന്റെ മകനെ രാജാവാക്കുന്നതിനും രാമനെ 14 വർഷത്തേക്ക് കാട്ടിൽ പോകുവാനുമുള്ള ഒരു മാർഗത്തെ ഞാൻ ഉപദേശിച്ചു. നിനക്ക് സാമർഥ്യമുണ്ടാകണം, നീ അതിന് തയ്യാറാവണം, എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് പണ്ട് കാലത്ത് നടന്ന ഒരു കാര്യത്തെ കുറിച്ച് മന്ദര ഇവിടെ കൈകേയി ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ക്ഷണം കിട്ടിയതനുസരിച്ച് ദശരഥൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ചാപമാണങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയും അന്ന് ആ സൈന്യത്തിന്റെ കൂടെ നിന്നെ കൂടി കൊണ്ടുപോയതെന്ന് നീ ഓർക്കുന്നില്ലേ? അവിടെ ചെന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദശരഥന്റെ തേരിന്റെ ആണി ഇളകിപ്പോയ സമയത്ത് ആ ആണിയുടെ വിടവിലേക്ക് ആണിക്ക് പകരമായിട്ട് നീ നിന്റെ കൈവിരൽ കടത്തി വെക്കുകയും ഇതൊന്നും അറിയാതെ ദശരഥൻ യുദ്ധം ചെയ്യുകയും യുദ്ധവിജയത്തിന് ശേഷം മാത്രമാണ് നിന്റെ ഈ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തി കാണുകയും ചെയ്തത്. അന്ന് നിന്നോട് ദശരഥൻ പറഞ്ഞു, നിനക്ക് ഞാൻ 2 വരം തരാം, നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം ഭരിച്ചു കൊണ്ടാലും നീ. നിനക്ക് ഞാൻ 2 വരം തരാം, നിന്റെ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ഞാൻ 2 വരം തരാം, നീ ചോദിച്ചോളൂ എന്ന് പറയുന്നു. ഉടനെ നീ പറഞ്ഞു, ദത്തമായ ഒരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാനൃപതീശ്വര, ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികന്നതേ വേണ്ടൂ. അല്ലയോ നാഥ ദശരഥ, അങ്ങ് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കൽപ്പിച്ച 2 വരം എനിക്കിപ്പോൾ വേണ്ട, അത് അങ്ങ് അവിടെ തന്നെ വെച്ചാലും എനിക്കൊരു അവസരത്തിൽ ആവശ്യം വരുമ്പോൾ ഞാൻ അത് ചോദിക്കാം, അപ്പോൾ അങ്ങ് അത് മടി കൂടാതെ എനിക്ക് നൽകിയാൽ മതി എന്ന് പറഞ്ഞു. മന്ദര പറയുകയാണ്, ഇന്ന് നീ ആ 2 വരം ചോദിക്കണം. ഈശ്വരന്റെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ട് നിനക്കുള്ളത് കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം നിനക്കുള്ളത് കൊണ്ടും എനിക്കുള്ളത് കൊണ്ടും ഇപ്പോൾ എനിക്കത് ഈ സമയത്ത് ഓർമ്മ വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് മന്ദര കൂട്ടിച്ചേർക്കുകയാണ്. അതുകൊണ്ട് ആ 2 വരം നീ ഇന്ന് ചോദിക്കണം. ആ 2 വരവും നീ ചോദിക്കണം. ആ ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കണം? കോപത്തോടു കൂടിയിട്ട് എല്ലാ സുഖങ്ങളും നീ വലിച്ചെറിഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, വിദിതനായിട്ട്, വളരെ വിഷമം കാണിച്ചുകൊണ്ട് നീ കോപാലയം പ്രവേശിച്ച് ദശരഥനെ വിളിച്ചു വരുത്തിയിട്ട് പറയണം, എനിക്ക് 2 വരം, അന്ന് പറഞ്ഞ ആ 2 വരം എനിക്ക് വേണം. ഒന്ന് ഭരതനെ രാജാവാക്കുന്നതിനും 2 രാമനെ കാട്ടിലയക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആ വരങ്ങൾ വാങ്ങണം എന്ന് മന്ദര ഉപദേശിക്കുന്നു. ഈ ഉപദേശം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഒന്നാലോചിച്ച് നോക്കൂ. കൈകേയി ആദ്യം തന്നെ രാമനെ യുവരാജാവായിട്ട് വാഴിക്കുന്നു എന്ന് കേട്ടപ്പോൾ പൊൻതള കൊടുത്ത ആ കൈകേയി മന്ദരയുടെ ഈ ദുഷ്ബുദ്ധി കൊണ്ടുള്ള ഉപദേശം കേട്ടിട്ട് കൈകേയിയുടെ മനസ്സ് മുഴുവൻ മാറിപ്പോവുകയാണ്. കൈകേയി പറയുന്നു, രാഘവൻ കാനനത്തിന് പോകോളവും ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിരിക്കും. അത് മാത്രമല്ല, എന്റെ മകനെ രാജാവാക്കാൻ സാധിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായാൽ മന്ദരെ നിനക്ക് 100 ദേശങ്ങൾ ഞാൻ തരും. കാരണം ഈ രാജ്യഭോഗം എനിക്ക് ഉപദേശിച്ചു തന്നത് നീയാണെന്നുള്ളത് കൊണ്ട് നിനക്ക് ഞാൻ 100 ദേശങ്ങൾ തന്നിരിക്കും എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വരിയിൽ രാമായണം നമുക്ക് വലിയൊരു ഉപദേശം നൽകുകയാണ്. അത് പ്രകാരമാണ്, ധീരനായി, ഏറ്റവും ദയാന്വിതനായി, ഗുണാചാര സംയുക്തനായി, നീതിജ്ഞനായി, നിജ ദേശിക വാക്യസ്ഥിതനായി, സുശീലനായി, ആശയശുദ്ധനായി, വിദ്യാനിരതനായി, ശിഷ്ടനായുള്ളവനെന്ന് അംഗീകരിക്കുന്നു. ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന ജിദ്യനായി വന്നു കൂടം ദൃഢം. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, എന്തെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിലും
അതായത് ധീരനാവട്ടെ, ദയാലുവാവട്ടെ, ആചാര്യനെ ബഹുമാനിക്കുന്ന ആളായിക്കൊള്ളട്ടെ, സദാചാരനിഷ്ഠനായിക്കൊള്ളട്ടെ, നീതിജ്ഞനായിക്കൊള്ളട്ടെ, ഗുരുവിനെ അതുപോലെ പൂജിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ജ്ഞാനസമ്പാദനം താല്പര്യമുള്ളവരായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ളവരാണെങ്കിലും ദുഷ്ടന്മാരുമായിട്ട് ബന്ധമുണ്ടായാൽ കാലക്രമേണ അവർ സജ്ജനങ്ങളെ കൊണ്ട് നിന്ദ്യനായിരിക്കും. അതായത് സജ്ജനങ്ങൾ അവരെ സഭയ്ക്ക് പുറത്താക്കും. ദുർജനങ്ങളായിട്ട്, ദുഷ്ടജനങ്ങളായിട്ട് അവർ കാലാന്തരത്തിൽ മാറിപ്പോകുന്നതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം ഇവിടെ നമുക്കറിയാം, കൈകേയി ആദ്യം തന്നെ എന്ത് നിലപാടാണ് എടുക്കുന്നത് നമുക്കറിയാം. ശ്രീരാമനെ അഭിഷിക്തനാക്കുന്നു എന്ന് തീരുമാന സമയത്ത് കൈകേയി എടുത്ത തീരുമാനം നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാൽ ഇവിടെ മന്ദരയുടെ ഇടപെടലിലൂടെ കൈകേയി എങ്ങനെയാണോ ഒരു മോശം തീരുമാനത്തിലേക്ക് എത്തിയത്, ആ ഒരു അവസ്ഥയെ കണ്ടുകൊണ്ടാണ് രാമായണം നമ്മളോട് ഉപദേശിക്കുന്നത്. ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ മറ്റു നല്ല ആളുകൾ നമ്മളെ മാറ്റി നിർത്തും, അഥവാ നമ്മൾ മോശക്കാരായിട്ട് മാറുമെന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്ക് നോക്കുക. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. മാലിന്യം പറ്റിയാൽ സ്വർണം പോലും നിഷ്പ്രഭമായി തീരും. ഏറ്റവും നല്ല പ്രഭയുള്ള ആ സ്വർണത്തിന്റെ മുകളിൽ മാലിന്യം പറ്റുകയാണെങ്കിൽ സ്വർണത്തിന്റെ ശോഭ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആ സ്വർണത്തിന്റെ പ്രഭ പോലും നഷ്ടപ്പെടുമെന്നുള്ള ഒരു സന്ദേശമാണ് രാമായണത്തിൽ നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. മന്ദര തിരിച്ച് പോയതിനു ശേഷം കൈകേയിയുടെ സമീപത്തേക്ക് ദശരഥൻ വരികയാണ്. ദശരഥൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് ആ സമയത്ത് പ്രതികരിക്കുന്നത്. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും ഒരു സുന്ദരിയാം അവളിൽ നിന്ന് പോയിനാൾ. ദശരഥൻ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി അടുത്തേക്ക് വന്ന് സ്വീകരിച്ചിരുന്ന കൈകേയിയെ അവിടെ കാണാനില്ല. അതുകൊണ്ട് ദശരഥൻ ദാസിനോട് ചോദിക്കുകയാണ്, കല്യാണരാത്രിയായിരിക്കുന്ന കൈകേയി എവിടെ? അവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അന്തഃപുരത്തേക്ക് ചെല്ലുന്ന സമയത്ത് കൈകേയിയെ അവിടെ ദശരഥൻ കാണുന്ന ആ ഒരു കാഴ്ച, വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് കോപത്തോടുകൂടി സർവ്വ അലങ്കാരങ്ങളും ഉപേക്ഷിച്ച് മാലയും വളയും മാലയും വളയും ആഭരണാദികളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വെറും നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൈകേയിയാണ് ദശരഥൻ കാണുന്നത്. ദശരഥന് വളരെ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടായി. ദശരഥൻ ചോദിക്കുകയാണ്, നാരികളോ നരന്മാരോ ഭവതിയോട് ആര് വിപ്രിയം ചെയ്തു? നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തത് ആരാണെങ്കിലും പറയണം. സ്ത്രീകളോ പുരുഷന്മാരോ അല്ലെങ്കിൽ താമസന്മാരോ ആരായിക്കൊള്ളട്ടെ. വധിക്കപ്പെടേണ്ടവനാണെങ്കിൽ അവനെ ഞാൻ സംരക്ഷിക്കാം. അതല്ല, സംരക്ഷിക്കപ്പെടേണ്ടവനാണെങ്കിൽ അവൻ കാരണമാണ് കൈകേയിക്ക് ഇത്തരത്തിൽ ദുഃഖമുണ്ടായതെങ്കിൽ അവനെ വധിക്കാം. സമ്പത്തുള്ളവനാണെങ്കിൽ അവനെ ഞാൻ ദരിദ്രനാണെങ്കിൽ അവനെ സമ്പത്തുള്ളവനാക്കാം. ആരാണ് ഭവതിയോട് ഇപ്രകാരം ചെയ്തത് അവരെ വേണ്ട വിധത്തിൽ ഞാൻ ശിക്ഷിക്കാം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഭവതി ഇങ്ങനെ ഈ ഒരു വെറും നിലത്ത് കോപത്തോടു കൂടിയിട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞാലും എന്ന് പറയുകയാണ്. എന്നിട്ട് അതിന് കൂടെ ദശരഥൻ പറയുകയാണ്, മൽ പ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. എന്റെ പ്രാണനേക്കാൾ, എന്റെ ജീവനേക്കാൾ എനിക്കിപ്പോൾ ഏറ്റവും താല്പര്യമുള്ള, എന്റെ പ്രാണനേക്കാൾ വലുതായിട്ടുള്ളത് എനിക്ക് എന്റെ മകനായിരിക്കുന്ന ശ്രീരാമനാണ്. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം. ഞാൻ ശ്രീരാമനെ തൊട്ട് സത്യം ചെയ്യുന്നു, എനിക്ക് എന്റെ ജീവനേക്കാൾ ഇപ്പോൾ വലുതെന്റെ രാമനാണ്, എന്റെ മകനായ രാമനാണ്. ആ രാമനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഭവതിക്ക് ഇഷ്ടമില്ലാത്തത് ആരാണോ ചെയ്തത് അത് തുറന്നു പറഞ്ഞാലും ഞാൻ അയാളെ ശിക്ഷിക്കുന്നതാണ് എന്ന് സത്യം ചെയ്യുന്നു. ഇത് കേട്ടപ്പോ കൈകേയി പറയുകയാണ്, ഈ സന്തോഷമായി. കാരണം എന്താ, രാമനെ തൊട്ട് ദശരഥൻ സത്യം ചെയ്തു ദുഃഖത്തിന് നിവൃത്തി വരുത്തുമെന്ന്. അതുകൊണ്ട് തന്നെ കൈകേയി പറയുകയാണ്, സത്യസന്ധനായിരിക്കുന്ന ഭവാൻ, സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ, സത്യം പാലിക്കുന്നതായിട്ടുള്ള ദശരഥ മഹാരാജാവേ, അങ്ങ് ഇപ്പോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, രാമനെ തൊട്ട് ഞാൻ സത്യം ചെയ്തു എന്നുള്ളത് സത്യമാണെങ്കിൽ ഞാൻ പറയാം, എന്റെ സങ്കടം ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാം. പണ്ട് സുരാസുര യുദ്ധന സമയത്ത്, ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങയുടെ ദുഃഖത്തെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ആ ദുഃഖത്തെ ഇല്ലാതാക്കിയിട്ട് ഞാൻ അങ്ങയെ സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് അങ്ങ് എനിക്ക് 2 വരം നൽകിയിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കത് വേണ്ട, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ചോദിക്കാം, അപ്പോൾ അവിടുന്ന് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ 2 വരവും
ആവശ്യമുണ്ട്. അതിലൊന്ന് ഭരതനെ രാജാവാക്കുക എന്നുള്ളതാണ്. നാളെ ശ്രീരാമന് വേണ്ടി കൽപ്പിച്ചു വച്ചിരിക്കുന്ന പട്ടാഭിഷേകം അത് ഭരതൻ ചെയ്യണമെന്നും ഭരതനെ രാജാവായിട്ട് വാഴിക്കണമെന്നുള്ളതുമാണ് ഒന്നാമത്തെ എനിക്ക് ആവശ്യമുള്ള വരം. രണ്ടാമത്തേതാകട്ടെ, രാമൻ ഏറ്റവും അടുത്ത നിമിഷം തന്നെ വനവാസത്തിന് 14 വർഷത്തെ വനവാസം നൽകാൻ നിയോഗിക്കാൻ വേണ്ടി, അഥവാ 14 വർഷത്തെ വനവാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് അയോധ്യയിൽ നിന്ന് പുറത്തു പോകേണ്ടതുണ്ട്, വനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ 2 വനങ്ങളാണ് എനിക്ക് അങ്ങ് കൽപ്പിച്ചു നൽകേണ്ടത്. അത് വെറുതെ പോയാൽ പോരാ. ഭൂപതി വീരൻ ജടാവൽക്കലം കൊണ്ട് താമസവേഷം ധരിച്ച് വനാന്തരെ കാലം 14 വത്സരം വാഴണം, മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് താപസവേഷം ധരിച്ച് ജടാവൽക്കലം ധരിച്ച് 14 വർഷം വനത്തിൽ ജീവിക്കണം ശ്രീരാമൻ. അതാണ് രണ്ടാമത്തെ വരം. ഒന്നാമത്തെ വരം. രണ്ടാമത്തെ വരം ഭൂമി പാലിക്കാൻ വേണ്ടിയിട്ട് ഭരതനെ ചുമതലയേൽപ്പിക്കണം. ഈ 2 വരങ്ങളാണ് എനിക്ക് വേണ്ടത്. രാമൻ ഉഷസി വനത്തിന് പോകണം, അതുപോലെ തന്നെ ഭൂമി പാലിക്കാൻ ഭരതനെയും അയക്കണം. ഈ 2 വരങ്ങളാണ് എനിക്ക് വേണ്ടത് എന്ന് കൈകേയി ദശരഥനോട് പറയുന്നു. അടുത്ത വരിയിൽ ആ വാക്ക് കേട്ട സമയത്തുണ്ടായ ദശരഥന്റെ ആ ഒരു മനോഭാവത്തെ വർണ്ണിക്കുകയാണ്. മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ വജ്രമേറ്റ് അത്രി പതിച്ചതുപോലെ. ദേവേന്ദ്രന്റെ വജ്രായുധം ഏറ്റിട്ട് ശിരസ് ചിറക് മുറിഞ്ഞ് എങ്ങനെയാണോ പർവ്വതങ്ങൾ ഭൂമിയിൽ വീണത്, അതേപോലെ ഈ വാർത്ത കേട്ടിട്ട് ദശരഥൻ ഭൂമിയിൽ പതിക്കുകയാണ്, അഥവാ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അല്പസമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബോധം വരുന്നത് പോലും. ആ ബോധം വന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയോ, ദുസ്വപ്നമാഹന്ത കാണുകയോ. ഞാൻ സ്വപ്നം കാണുകയാണോ, ദുസ്വപ്നം കാണുകയാണോ, ദുസ്സഹവാക്കുകൾ ഞാൻ കേൾക്കുന്നത് ശരിയാണോ, എനിക്ക് മൃത്യു സമയം അടുത്തതുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുകയാണോ? വ്യാഘ്രിയെ പോലെ, ഒരു ചീറ്റപ്പുലിയെ പോലെ സമീപെ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിയുടെ മുഖം നോക്കിയിട്ട് ദീർഘമായി വീർത്തുകൊണ്ട് ആ കൈകേയിയുടെ മുഖം കാണുമ്പോഴേക്കും ദശരഥന് വീണ്ടും ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതാവുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന കൈകേയെ കണ്ടുകൊണ്ട്, ആ മുഖം കണ്ടുകൊണ്ട് ദശരഥൻ പറയുന്നു, എന്തീ വണ്ണം പറയുന്നത് ഭദ്രേതി, എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ, നിന്നുടെ രാഘവൻ രാമൻ എന്ത് തെറ്റാണ് ചെയ്തത്? മൽ പ്രാണഹാനികരമായ വാക്ക്, എന്റെ പ്രാണനെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള ഈ വാക്കുകൾ നീ ഇപ്പോൾ പറയാൻ എന്താണ് കാരണം? പണ്ട് എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ച് നീ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, രാമന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നീ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദം ഒരിക്കലും എന്ന് നീ പറഞ്ഞിട്ടില്ലേ? കൗസല്യയും കൈകേയും തമ്മിൽ രാമൻ യാതൊരു ഭേദവുമില്ല, സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് നീ പണ്ടനോട് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ പറഞ്ഞ നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറ്റി ചിന്തിക്കുന്നത്? എന്നിട്ട് ദശരഥൻ അവസാനമായിട്ട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ, നിനക്ക് രാജസുഖമാണ് വേണ്ടതെങ്കിൽ ഭരതന് ഞാൻ രാജ്യം നൽകാം എന്ന് ചോദിക്കുന്നു. ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ? രാമൻ നീ കാട്ടിലേക്ക് വിടാമെന്ന് വിടുന്നത് ഒഴിവാക്കിക്കൂടെ? രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് ഒഴിവാക്കിക്കൂടെ? നിനക്ക് രാജ്യം തരാം, നിന്റെ മകന് രാജ്യം തരാം, പക്ഷേ രാമനെ കാട്ടിലേക്ക് വിടാതിരുന്നൂടെ? രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാകാ, ഭൂമിപതിയായി ഭരതനിരുന്നാലും, ഭൂമിയുടെ അധിപനായിട്ട് ഭരതനിരുന്നാലും, രാമനെ കാട്ടിലേക്ക് വിടാതിരുന്നാലും രാമനെ കൊണ്ട് നിനക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാമെന്ന് ദശരഥൻ കൈകേയിയോട് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നോക്കൂ, ആ കൈകേയിയുടെ ദുർവൃത്തിയുടെ മുമ്പിൽ ദശരഥൻ കാലിൽ വീണ് അപേക്ഷിക്കുകയാണ്, രാമനെ കാട്ടിൽ വിടാതിരുന്നൂടെ, നിന്റെ മകനെ രാജ്യം തരാം, രാമനെ കാട്ടിൽ വിടാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നു. ഉടനെ കൈകേയി പറയുകയാണ്, ഘോരങ്ങളായുള്ള നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടുകിൽ, നുണ പറയുകയാണെങ്കിൽ ഘോരമായിട്ടുള്ള നരകത്തിലാണ് ചെന്ന് പതിക്കുക. അതുകൊണ്ട് അങ്ങ് എന്നോട് നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ ഏറ്റവും പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ രാമനെ തൊട്ടാണ് അങ്ങ് സത്യം പറഞ്ഞത്, രാമനെ തൊട്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ സത്യത്തെ പാലിക്കാതിരിക്കാൻ പറ്റുകയില്ല. മുമ്പത്തെ നേരത്തെ പറഞ്ഞ 2 വരങ്ങൾ അതും പാലിക്കേണ്ടതുണ്ട്. അപ്പൊ സത്യം പാലിച്ചിട്ടില്ലെങ്കിൽ ഘോരമായിട്ടുള്ള നരകങ്ങളിൽ ചെന്ന് വീഴും എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാവുന്നതല്ലേ? അതുകൊണ്ട് സത്യപാലകനാണ് ദശരഥൻ എന്ന് പൊതുസമൂഹത്തിന് അഥവാ ഈ ലോകർക്ക് മുഴുവൻ അറിയാം. അവര് അങ്ങേത് പാലിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് സത്യസന്ധനല്ല എന്ന് പ്രചരിപ്പിക്കും. അങ്ങയുടെ ജീവൻ മുക്തിക്ക് അത് തടസ്സം ചെയ്യും. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ വിധിയാക്കിയുള്ള രാമനെ ചൊല്ലി അങ്ങ് പറഞ്ഞ സത്യമുണ്ടല്ലോ, അതങ്ങ് പാലിക്കാൻ ബാധ്യസ്ഥനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു.
ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പറയണമെന്നറിയാതെ ദുഃഖസമുദ്രത്തിൽ വീണ് വിഷമിച്ച് കരയുന്ന ദശരഥനെയാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയി വത്സരഹൃദ്യമായി. രാത്രിയാണ്. ആ രാത്രിയില് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറഞ്ഞും കിടന്ന് രാമ 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 എന്ന് വിളിച്ച് കരയുന്ന ദശരഥന് ആ രാത്രി എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അത്രയും ഒരു ദീർഘമായിട്ട് ഒരു രാത്രിയാണെങ്കിൽ പോലും എത്രയോ വർഷങ്ങളുടെ ദീർഘമായിട്ടുള്ള ഒരു കാലമായിട്ട് അതിന് തോന്നുകയാണ്. കാരണം അത്രത്തോളം ദുഃഖം ദശരഥന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതേ സമയത്ത് അയോധ്യയിലുള്ള ജനങ്ങളുടെ സന്തോഷത്തെ രാമായണത്തിൽ വർണ്ണിക്കുകയാണ്. അവരും ആ രാത്രി ഉറങ്ങിയിട്ടില്ല. അയോധ്യയിലെ പ്രവാസികൾ എല്ലാവരും തന്നെ ആ ദിവസം ഒന്ന് കഴിയാൻ, ആ രാത്രി ഒന്ന് കഴിയാൻ കാത്തിരിക്കുകയാണ്. അവരെല്ലാവരും എങ്ങനെയാണ് ആ രാത്രിയിൽ രാമനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്ന് രാമായണത്തിൽ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ശ്രീരാമന്റെ അഭിഷേകമാണ് നാളെ പുലർകാലത്ത്. അതിനുവേണ്ടി അയോധ്യ നഗരി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അയോധ്യപുരിയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. നാളെ രാവിലെ നടക്കുന്ന ഭഗവാന്റെ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട്, യുവരാജാവായിട്ട് തങ്ങളുടെ രാമനെ കാണാൻ വേണ്ടിയിട്ട് ആ അയോധ്യയിൽ മുഴുവൻ ജനങ്ങൾ വന്നു ചേർന്നു. അതിൽ ക്ഷത്രിയരോ വൈശ്യരെന്നോ ശൂദ്രനെന്നോ ബ്രാഹ്മണരെന്നോ താപസന്മാരെന്നോ അങ്ങനെ ഭേദവ്യത്യാസമില്ലാതെ സർവരും ഒത്തുചേർന്നു. പെൺകൊറ്റക്കുട, തഴ, ചാമരം, താരവൃന്ദം, കൊടി, തോരണം, സ്വർണ്ണാഭരണങ്ങൾ എന്ന് വേണ്ട എന്തെല്ലാമാണോ ആ രാജ്യത്ത് ഒരുങ്ങേണ്ടത് അതെല്ലാം തന്നെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നേരത്തെ വസിഷ്ഠന്റെ നിയോഗമനുസരിച്ച്, വസിഷ്ഠൻ നിയോഗിച്ചതനുസരിച്ച് സുമന്ത്രർ എല്ലാം തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപാരവൃന്ദം ജനങ്ങളും ആ രാത്രിയിൽ അവിടെ എത്തിച്ചേർന്നു. അയോധ്യ നഗരി മുഴുവൻ ആനന്ദത്തിൽ ആറാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറായി. എല്ലാവിധത്തിലായിട്ടുള്ള അലങ്കാരങ്ങളും അവിടെ ചേർത്ത് കഴിഞ്ഞു. എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവരെല്ലാവരും അയോധ്യയിൽ ഒത്തുചേർന്ന ജനങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. അവർ പറയുന്നു, മനോഹരനായിട്ടുള്ള രാമൻ നാളെ പുലർകാലത്ത് ആനപ്പുറത്തേറിയിട്ട് പെഞ്ചാമരം വീശിയിട്ട് പൊൻകുട ചൂടിയിട്ട് അഭിഷേകത്തിന് വേണ്ടി തയ്യാറായിട്ട് ഇങ്ങോട്ട് വരുന്നു. ആ കാഴ്ച നമ്മൾ എപ്പോഴേ മനസ്സിൽ കാണുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നു. രാമന്റെ പുഞ്ചിരിയെക്കുറിച്ച് സംസാരിക്കുന്നു, രാമന്റെ കടക്കൺ നോട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നു, രാമന്റെ മനോഹരമായിട്ട് മുഖകാന്തിയെക്കുറിച്ച് സംസാരിക്കുന്നു, രാമന്റെ അഴകിനെക്കുറിച്ച് സംസാരിക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന അഭിഷേകത്തോടു കൂടിയിട്ട് രാമൻ തങ്ങളുടെ അധിപതിയാകും, തങ്ങളുടെ രാജാവാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ഉദയസൂര്യനെ കാണാൻ അഥവാ നേരം പുലരാൻ വൈകുന്നത് എന്തേ എന്ന് ശങ്കിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. നോക്കൂ, ഒറ്റ രാത്രിയാണ് ദശരഥന്റെ അന്തഃപുരത്തിൽ നേരം പുലരാൻ വൈകട്ടെ എന്നാണ് ദശരഥൻ ആലോചിക്കുന്നത്. കാരണം നാളെ പുലർകാലം എന്റെ രാമൻ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നു. അയോധ്യവാസികൾ നാളെ നേരം പുലരാൻ കാത്തു നിൽക്കുന്നു. കാരണം രാമനെ അഭിഷിക്തനാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഒരേ സമയത്ത് രണ്ട് മനോഭാവത്തെ കുറിച്ച് സുവ്യക്തമായിട്ട് രാമായണം നമ്മളെ കാണിച്ചു തരുന്നു. അതിനുശേഷമാണ് വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗം. നേരം പുറന്ന സമയത്ത് സുമന്ത്രർ അന്തഃപുരത്തിലേക്ക് വന്നു നോക്കുമ്പോൾ ദശരഥനെ കാണുന്നില്ല. ദശരഥൻ പുറത്തേക്ക് വന്നിട്ടില്ല. ഉടനെ തന്നെ സുമന്ത്രർ അഭിഷേകത്തിനുള്ള എല്ലാ കാര്യക്രമങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രാജാവിനെ കാണാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് അന്തഃപുരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ദശരഥനെ അവിടെ വെറും നിലത്ത് കണ്ണുനീരും വാർത്ത് ആ ഭൂമിയിൽ കിടക്കുന്ന കാഴ്ച കാണുന്നത്. സുമന്ത്രർ ആകെ ഭയത്തോടുകൂടിയും സങ്കടത്തോടുകൂടിയും കൈകേയിയോട് ചോദിക്കുന്നു, എന്തു പറ്റി രാജാവിന്? ഇന്നലെ ശ്രീരാമന്റെ അഭിഷേകമുള്ളത്, എന്തുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് ഇങ്ങനെ ഇവിടെ വെറും നിലത്ത് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൈകേയി പറയുകയാണ്, ഭൂലോകപാലം പ്രകൃതി പകരുവാൻ മൂലമെന്തോന്ന് മഹാരാജവല്ലഭയെന്ന് കൈകേയിയോട് ചോദിക്കുമ്പോ കൈകേയി പറയുകയാണ്, രാത്രി പതീന്ദ്രൻ നിദ്രയുണ്ടായില്ല. രാജാവിന് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, ഒരു പോളവർ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. രാമ രാമ എന്ന് ജപിക്കുകയും രാമരാമയെ ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് രാമനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞും മറഞ്ഞും കിടക്കുകയായിരുന്നു, ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് രാമനെ കാണാനുള്ള ദുഃഖമാണ് രാജാവിനുള്ളത്. അല്ലയോ സുമന്ത്രരെ, അങ്ങ് പോയിട്ട് രാമനെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്ന് പറയുന്നു. സുമന്ത്രർ പറയുകയാണ്, ചെന്നുകുമാരനെ കൊണ്ടുവരാമല്ലോ, രാജവദനമനാകരണെ ഞാനിക രാജീവലോചനയെ പോകുന്നത് എങ്ങനെ? ഞാൻ രാമനെ കൂട്ടിക്കൊണ്ടുവരാം മഹാറാണി, പക്ഷേ രാജാവിനോട് കൽപ്പിക്കാതെ എനിക്ക് ചെയ്യാൻ നിർവാഹമില്ല. ഇത് കേട്ട സമയത്ത് ദശരഥൻ പറയുകയാണ്, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. അല്ലയോ സുമന്ത്രരെ, നീ പോയിട്ട് രാമനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് എന്റെ മകന്റെ മുഖം കാണണമെന്നുള്ള ആ ദശരഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടിട്ട് സുമന്ത്രർ വേഗം തന്നെ ശ്രീരാമന്റെ സമീപത്തേക്ക് എത്തിയിട്ട് പറയുകയാണ്, താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം.
അച്ഛൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് അച്ഛന്റെ സമീപത്തിലേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് ചേർന്ന് ശ്രീരാമനും ലക്ഷ്മണനും കൂടി തേരിൽ കരയേറിയിട്ട് എവിടെയാണോ ദശരഥൻ കിടക്കുന്നത്, ദശരഥന്റെ അന്തഃപുരം എവിടെയാണോ അവിടേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയിട്ട് ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നിവർ ദശരഥന്റെ പാദനമസ്കാരം ചെയ്യുന്നു. ആ പാദനമസ്കാരം ചെയ്യുന്ന സമയത്ത് ആ നിലത്ത് കിടക്കുന്ന ദശരഥൻ ചാടി എഴുന്നേറ്റ് ശ്രീരാമനെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യാൻ വേണ്ടി, കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ദുഃഖം കൊണ്ട് ആ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്ന ദശരഥന്റെ ഒരു ചിത്രം രാമായണം നമ്മളെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നു. ഉടനെ തന്നെ ശ്രീരാമൻ ദശരഥനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് എന്റെ അച്ഛന്റെ ദുഃഖത്തിന്റെ കാരണം? കാരണം എന്തോന്ന് താത ദുഃഖത്തിനു നേരെ പറഞ്ഞറിഞ്ഞവർ, ഇതറിയുന്നവർ നേരെ പറയൂ, എന്റെ അച്ഛന്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അതിന് ഉടനെ തന്നെ മറുപടി കൊടുക്കുന്നു കൈകേയി, കാരണം താത ദുഃഖത്തിന് നീ തന്നെ. ശ്രദ്ധിക്കുക, കാരണം താത ദുഃഖത്തിന് നീ തന്നെ, നിന്റെ അച്ഛന്റെ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് അല്ലയോ രാമ, നീ തന്നെയാണ് എന്ന് പറയുകയാണ്. അതിന് ഉപോത്ബലകമായിട്ട് കൈകേയി പറയുന്ന ഒരു തത്വമുണ്ട്, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ദുഃഖത്തിന്റെ കാരണം ഈ ലോകത്ത് സുഖം മാത്രമാണ്. എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖമുണ്ട്. പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം എന്നുള്ള തത്വം ഇവിടെ ബോധിപ്പിക്കാൻ കാരണം, ദശരഥന്റെ ദുഃഖത്തിന്റെ കാരണം രാമനാണെന്ന് പറയുമ്പോൾ ദശരഥൻ ഇതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞു, എന്റെ പ്രാണനേക്കാൾ എനിക്ക് പ്രീതമനായിട്ടുള്ളത് എന്റെ രാമനാണ്. എന്റെ പ്രാണനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത് എന്റെ രാമനോടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സുഖമുള്ളത്, സന്തോഷമുള്ളത് രാമനോടാണ്. അങ്ങനെയെങ്കിൽ ആ രാമൻ തന്നെയാണ് ദശരഥന്റെ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. ഇത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു തത്വമാണ്. എന്തിനെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എന്തിനാണോ നമ്മൾ, ഏത് കാരണം കൊണ്ടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സുഖിക്കുന്നത്, സന്തോഷിക്കുന്നത്, അതേ കാരണം കൊണ്ട് തന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണമാകുന്നു എന്നുള്ളൊരു പൊതു തത്വമാണ് ഇവിടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ ദശരഥൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് രാമനെയാണ്. ഇന്ന് ദശരഥൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അതേ രാമന്റെ കാര്യം കൊണ്ടാണ്, രാമനെ കാട്ടിൽ വിടണം എന്നുള്ള വിഷയം കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കൾ അവർ കുറച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവർ നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ദുഃഖം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. ആ ഒരു തത്വമാണ് ഇവിടെ പറയുന്നത്, പാരിൽ സുഖം ദുഃഖം മൂലമല്ലോ നാം. ഈ ലോകത്ത് ദുഃഖത്തിന്റെ കാരണമാകുന്നത് സുഖം മാത്രമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കൈകേയി രാമനോട് പറയുകയാണ്. പണ്ട് സുരാസുര യുദ്ധ സമയത്ത് ലഭിച്ച 2 വരം ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടുവെന്നും അതിലൊന്ന് ഭരതൻ രാജാവാക്കണമെന്നും മറ്റൊന്ന് നിന്നെ കാട്ടിലേക്ക് 14 വർഷം വനവാസത്തിന് വിടണമെന്നുള്ളതുമാണ് എന്ന് പറഞ്ഞിട്ട് കൈകേയി ഒരിക്കൽ കൂടി തന്റെ ആവശ്യത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു തത്വം കൂടെ ചേർക്കുകയാണ്. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയുക നീ. ഉന്നാമമാകുന്ന നരകത്തിൽ നിന്ന് തന്റെ പിതാവിനെ ത്രാണനം ചെയ്യാത്തവനാണ് പുത്രൻ എന്നാണ് പണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പുത്രന്റെ ചുമതല അതാണ്. ഉന്നാമമാകുന്ന നരകത്തിൽ, എന്ന നരകത്തിൽ നിന്ന് തന്റെ പിതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവനാണ് പുത്രൻ. അതുകൊണ്ടാണ് പുത്രൻ എന്ന പദം പോലും വന്നത് എന്ന് ശ്രീരാമനെ ഇവിടെ കൈകേയി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്രയെല്ലാം പറയണമോ മാതാവേ? ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? വളച്ചു കെട്ടി പറയേണ്ട കാര്യമുണ്ടോ എന്നർത്ഥം. താതാർത്ഥമായിട്ട് താതന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, അച്ഛന്റെ ആഗ്രഹമനുസരിച്ച് ജീവനെ തന്നെയും, എന്റെ ജീവനെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ, അതിലില്ല സംശയം. അച്ഛന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, അഥവാ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്റെ ജീവനെ തന്നെയും എന്റെ മാതാവിനെയും എന്റെ പത്നിയായിരിക്കുന്ന സീതയെ പോലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അത് മാത്രവുമല്ല, മാനസേ ഖേദം ഇതിന് ഇല്ല എനിക്കേതും. എനിക്കിതുകൊണ്ട് യാതൊരു ദുഃഖവുമില്ല. ഇതൊക്കെ ഉപേക്ഷിച്ചാൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. മാത്രമല്ല രാജ്യമെന്നാകിലും, നോക്കൂ ഇവിടെയാണ് രാമൻ എടുത്തു പറയുകയാണ്, രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യം എന്നാൽ എന്നറിയ നീ മാതാവേ. അച്ഛൻ പറയുകയാണെങ്കിൽ ഈ രാജ്യം പോലും ഞാൻ ഉപേക്ഷിക്കുമെന്നുള്ളത് അല്ലയോ മാതാവേ, അതൊന്നും അറിഞ്ഞാലും ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്ന ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിക്കും. ലക്ഷ്മണൻ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ആ നിമിഷം ഞാൻ ഉപേക്ഷിക്കും. മാത്രമല്ല പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും അഗ്നിയിൽ ചാടണമെങ്കിലും
ഏവം വിഷം കുടിക്കണമെങ്കിലും വിഷം കുടിക്കാൻ പറഞ്ഞാലും താതൻ നിയോഗിച്ചാൽ, അച്ഛൻ കൽപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും. ആ രാമന്റെ ആ സ്വഭാവത്തെയാണ് പറയുന്നത്. അച്ഛൻ എന്നോട് പറയുന്നു, നീ തീയിൽ ചാടാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ചാടും. വിഷം കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ നിമിഷം വിഷം കുടിക്കും. ലക്ഷ്മണനെയോ സീതയെയോ മാതാവായിട്ടുള്ള കൗസല്യയെയോ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഉപേക്ഷിക്കും. എന്തിനേറെ പറയുന്നു, ഈ രാജ്യം തന്നെ ഉപേക്ഷിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം ഞാൻ ഉപേക്ഷിക്കുമെന്ന്. അല്ലയോ മാതാവേ, അവിടുന്ന് അറിഞ്ഞാലും ചേതസി ചെറ്റിൽ എനിക്കെന്നറിയുന്നീ, അതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് അറിഞ്ഞാലും. പിന്നീട് പറയുന്ന കാര്യം, താതകാര്യം അനാജ്ഞത്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ. ഇത് നമുക്കുള്ള വലിയ സന്ദേശമാണ്. ഒരു മകൻ എപ്രകാരമായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. 3 തരത്തിലുള്ള മക്കളെ കുറിച്ച് പറയുന്നു. 3 തരത്തിൽ. ഒന്ന് ഉത്തമൻ, 2 മധ്യമൻ, 3 അധമൻ. ഇങ്ങനെ 3 വിധാനത്തിലാണ് മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നു. അതിൽ ഒന്നാമത്തേതാണ് പറയുന്നത് താതകാര്യം, അച്ഛന്റെ കാര്യം അല്ലെങ്കിൽ രക്ഷിതാവിന് ചിന്തിക്കണം. അച്ഛന്റെ കാര്യം അനാജ്ഞപ്തം എന്നായി മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത്, അച്ഛൻ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും അത് നിറവേറ്റുന്നവനാണ് ഉത്തമനായിട്ടുള്ള മനുഷ്യൻ, ഉത്തമനായിട്ടുള്ള മകൻ അല്ലെങ്കിൽ മകൾ തരുക, ഉത്തമനായിട്ടുള്ള മകൻ. രണ്ടാമത്തേത് പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമൻ. പിതാവ് പറഞ്ഞത് കേട്ട് അതുപോലെ അനുസരിക്കുന്നത് മധ്യമനായിട്ടുള്ള മകൻ. ഇനി 3-ാമത്തേത് ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ പിത്രോർമലം. അച്ഛൻ പറഞ്ഞാലും ഇത് ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്നവൻ പിതാവിന്റെ മലത്തിന് തുല്യമാണ്. അതാണ് അധമൻ. ഇങ്ങനെ 3 മക്കളെ കുറിച്ച് പറയുന്നു. അച്ഛൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും അത് നടപ്പിൽ വരുത്തുന്നത് ഉത്തമനായിട്ടുള്ള മകൻ, അച്ഛൻ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യുന്നത് മധ്യമനായിട്ടുള്ള മകൻ, 3-ാമത്തേത് അച്ഛൻ പറഞ്ഞിട്ടും അതിന് വില കൊടുക്കാതെ അത് ചെയ്യാതെ മാറിപ്പോകുന്നവൻ അച്ഛന്റെ മലത്തിന് തുല്യമാണ്, അവൻ അധമനാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് രാമൻ പറയുന്നു, അച്ഛൻ കൽപ്പിച്ച ഈ ഒരു കാര്യം, അച്ഛൻ പറഞ്ഞ ഈ 2 സത്യം, ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നതും 2-ാമത്തേത് വനത്തിന് പോകണമെന്നതും അത് ഞാൻ ചെയ്തിരിക്കും. താതനിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല. എനിക്ക് യാതൊരു ദുഃഖവും അക്കാര്യത്തിലില്ല. സത്യം കരോമിഹം, സത്യം കരോമിഹം, സത്യം മയോക്തം മറിച്ചു 2 വരാ. ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ സത്യത്തിന് 2-മതൊരവസ്ഥയില്ല, ഞാൻ സത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് രാമൻ കൽപ്പിക്കുകയാണ്, രാമൻ പറയുകയാണ്. ഇപ്രകാരം രാമന്റെ സത്യപ്രതിജ്ഞ കേട്ടിട്ട് കൈകേയി പറയുകയാണ്, താതൻ നിനക്ക് അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സംഭാരങ്ങളെല്ലാം എടുത്തുകൊണ്ട്, അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് ഭരതന്റെ രാജ്യാഭിഷേകം ചെയ്യണം. എത്രയും പെട്ടെന്ന് ആ മുഹൂർത്തത്തിൽ, രാമന് വേണ്ടി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഭരതന് അഭിഷേകം ചെയ്യണം. 2-ാം വരം പിന്നെ ഒന്ന് വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. ഇതാണ് ഞാൻ ആവശ്യപ്പെട്ട 2 വരം. ഒന്ന്, നിന്റെ അഭിഷേകത്തിന് വേണ്ടി കൊണ്ടുവന്ന സംഭാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഭരതനെ അഭിഷേകം ചെയ്യണം. 2-ാമത്തെ വരം എന്ന് പറയുന്നത്, നാളെ പുറകാലത്ത് തന്നെ നീ 14 വർഷത്തെ വനവാസത്തിന് പുറപ്പെടണം. ആ 14 വർഷത്തെ വനവാസത്തിന് പുറപ്പെടുമ്പോൾ താപസവേഷം ധരിച്ചുകൊണ്ട് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടായിരിക്കണം നീ നിന്റെ യാത്രയെ അല്ലെങ്കിൽ നിന്റെ വനവാസത്തെ നടത്തേണ്ടത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്നോട് ഈ 2 കാര്യങ്ങൾ പറയാൻ താതന് മടിയുണ്ട്. രാജാവിന് മടിയുണ്ട്. എങ്ങനെയാണ് എന്റെ മകനോട് പറയുക എന്നുള്ള ദുഃഖം കൊണ്ടും വിഷമം കൊണ്ടും മടി കൊണ്ടുമാണ് അദ്ദേഹം അത് പറയാത്തത് എന്ന് പറയുകയാണ്. അത് കേട്ട് ശ്രീരാമൻ പറയുന്നു, ഇന്ന് അതിന് എന്തൊരു വൈഷമ്യമായത്. അതാണോ എത്ര വലിയ കാര്യം? ഞാൻ ഈ നിമിഷം പുറപ്പെടുകയാണ്, ഈ നിമിഷം പുറപ്പെടുകയാണ്. വൈകാതെ പോവാൻ വനത്തിനു മാതാവേ ചെയ്യുക അഭിഷേകം ഭരതന്. ഭരതൻ അഭിഷേകം ചെയ്താലും ഞാനിതാ വൈകാതെ തന്നെ വനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. അത് എന്തുകൊണ്ടാ? പിതാവിന് എന്നോട് പറയാനുള്ള ദുഃഖം എന്തിനാ, വേദന എന്തിനാ, പേടി എന്തിനാ, മടി എന്തിനാ? ഞാൻ അതിന് തയ്യാറാണ്. മാത്രവുമല്ല, രാജ്യത്തെ രക്ഷിപ്പാൻ ഭരതൻ മതി, രാജ്യം ഉപേക്ഷിപ്പാൻ ഞാനും മതി. രാജ്യത്തെ രക്ഷിക്കാൻ ഭരതന് സാധിക്കും, രാജ്യം ഉപേക്ഷിക്കാൻ എനിക്കും സാധിക്കും. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും അക്കാര്യത്തില്ല. പിന്നെ ഈ രാജ്യം ഭരിക്കുക എന്നത് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. എന്നാൽ വനം ഭരിക്കുന്നത്, കാട് ഭരിക്കുന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടായിരിക്കും അല്ലയോ മാതാവേ, കൈകേയി മാതാവേ, അവിടുന്ന് രാജ്യഭാരം ഭരതനെ ഏൽപ്പിക്കുവാനും വനത്തിന്റെ ഭാരം, കാടിന്റെ ഭാരം എന്നോട് ഏൽക്കാനും പറഞ്ഞത് അവിടുന്ന് അല്ലെങ്കിൽ കൈകേയി മാതാവിന് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നോക്കൂ, രാമൻ ആ വിഷയത്തെ എടുത്ത് എങ്ങനെ ആലോചിച്ച് നോക്കാം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുന്നതും രാമൻ ഇവിടെ വിഷയത്തെ എടുത്ത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലായി, രാമൻ വനത്തിന് പോകാൻ വേണ്ടിയിട്ട് കൈകേയി പറഞ്ഞു, ഭരതനെ രാജ്യഭാരഫലം ഏൽപ്പിച്ചു. അതിന് രാമൻ കണ്ടൊരു മറുപടിയാണ്,
രാജ്യഭാരം എന്നത് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ്. രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ, കാട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അവനവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കൈകേയിക്ക് രാമനോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് അവനവന്റെ കാര്യം നോക്കുന്ന രീതിയിൽ കാട് ഭരിച്ചോട്ടെ എന്നും രാജ്യഭാരമാകുന്ന ആ തലവേദന ഭരതൻ വഹിച്ചോട്ടെ എന്നുമാണ് കൈകേയി ചിന്തിച്ചത് എന്ന് രാമൻ സങ്കല്പിക്കുന്നു, രാമൻ ആശ്വസിക്കുന്നു. അവിടെയാണ് ആ രാമന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നെഗറ്റീവായിട്ടുണ്ടായിരുന്ന ഒരു വിഷയത്തെ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് രാമൻ എടുത്തതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളാണെങ്കിൽ അവിടെ എന്തെല്ലാം വിഷയങ്ങളാണ് ആലോചിക്കുക എന്ന് ചിന്തിക്കുക. അത് മാത്രമല്ല, രാമൻ പറയുന്നു, സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്ക് ആ ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കാൻ. എന്റെ ദേഹം മാത്രം ഭരിച്ചാൽ മതിയല്ലോ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ. അത് കൈകേയിക്ക് എന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ട് നിന്റെ ദേഹം മാത്രം നീ ഭരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് വിട്ടത്. എന്നാൽ ഭരതനാവട്ടെ ഈ രാജ്യത്തെ വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യണം, ഈ രാജ്യം മുഴുവൻ ഭരിക്കണം. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്നെ ശരിക്കും പറഞ്ഞാൽ കൈകേയി മാതാവിന് എന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് എന്നെ സംരക്ഷിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് രാമൻ അവിടെ പറയുമ്പോ ഒരു വലിയ വിഷയത്തെ എങ്ങനെയാണ് രാമൻ സ്വീകരിച്ചത് മനസ്സിലാക്കുക. ആ വലിയ വിഷയത്തെ രാമൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള വലിയ സന്ദേശമാണ് എന്ന് നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, രാമനോട് പറയുകയാണ്, 2 ഉദാഹരണം പറയുന്നു. പിതൃക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിതൃപരമ്പരയ്ക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ ഹോമിച്ച അഥവാ ജീവിതം തന്നെ മാറ്റിവെച്ച 2 മഹത്തുക്കളെ കുറിച്ച് രാമനോട് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. ആകാശഗംഗയെ പാതാളത്തേക്ക് എത്തിച്ച ഭഗീരഥന്റെ ചരിത്രവും, അതുപോലെ തന്നെ യൗവനം നൽകി ജരാനര വാങ്ങിയ പൂരു തന്റെ യൗവനത്തെ അച്ഛന് നൽകിയിട്ട് അച്ഛന്റെ വാർദ്ധക്യത്തെ സ്വീകരിച്ച ഒരു ചരിത്രമുണ്ട്. ഈ 2 കാര്യങ്ങളും അവിടെ പറഞ്ഞുകൊണ്ട് പറയാണ്, പിതൃക്കൾക്ക് വേണ്ടിയിട്ട്, പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട്, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യണമെന്ന് ആ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവര് പിതൃപ്രസാദം കൊണ്ട് അവർ 2 പേരും ദിവ്യന്മാരായി തീർന്നു. അതുപോലെ ഒരു അവസരമാണല്ലോ എനിക്ക് വന്നു ചേർന്നത്. എന്റെ അച്ഛന്റെ സത്യം പാലിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്യാൻ സാധിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്ന് രാമൻ പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്തു നിൽക്കുന്ന ദശരഥൻ രാമനോട് പറയുകയാണ്, സ്ത്രീജിതനായ അതികാമുകനായ ഒരു രാജാധമനാകും എന്നെയും വൈകാതെ ഭാഷേന ബന്ധിച്ച് രാജ്യം ഗ്രഹിക്കുന്ന അല്ലയോ രാമ, ഈ ഒരു കാര്യം ചെയ്യും. ഞാൻ സ്ത്രീജിതനായതുകൊണ്ട്, കൈകേയിയുടെ വാക്ക് കേട്ട് എനിക്ക് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് നീ എന്നെ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് നീ രാജ്യം ഭരിക്കണം. അച്ഛനാണ് പറയുന്നത്. എനിക്കത് സത്യം പാലിക്കണം എന്നുള്ളത് കൊണ്ട് എനിക്കത് പാലിക്കാതിരിക്കാൻ വയ്യ. പക്ഷേ നിനക്കൊരു കാര്യം ചെയ്യാം, നീ എന്നെ കെട്ടിയിട്ടോളൂ, എന്നെ ദ്രോഹിച്ചോളൂ, എന്നിട്ട് ഈ രാജ്യം നീ ഏറ്റെടുക്കണം എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ എനിക്ക് സത്യദോഷം വരുന്നത് കൊണ്ടാണ് എന്ന് ദശരഥൻ പറഞ്ഞുകൊണ്ട് കരയുന്നു. ഹാ രാമ, ഹാ ജഗന്നാഥ, ഹാ രാമ, ഹാ രാമ, മമ പ്രാണവല്ലഭ, നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നെ ഗമിക്കുന്നതെങ്ങനെ. നിന്നെ പിരിഞ്ഞുകൊണ്ട് രാമ എനിക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. എങ്ങനെയാ ഞാൻ ഇവിടെ ജീവിക്കുക? എന്നെ പിരിഞ്ഞ് നീ ആ ഘോരമഹാവനത്തിൽ എങ്ങനെയാണ് ആ കൊടുങ്കാട്ടിൽ നീ ഒറ്റയ്ക്ക് ജീവിക്കുക? എനിക്ക് ആലോചിച്ചിട്ട് സമാധാനമില്ല. അതുകൊണ്ട് നീ എന്നെ കയറുകൊണ്ട് കെട്ടിയിട്ട് തുറങ്ങിലടയ്ക്കൂ, എന്നിട്ട് ഈ രാജ്യം നീ ഏറ്റെടുക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ശ്രീരാമൻ ദശരഥനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്തിനെന്താതൻ ദൈവ ദുഃഖിക്കുന്നത്? എന്തിനാ വെറുതെ അച്ഛൻ ദുഃഖിക്കുന്നത്? സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് 2 പേർക്കും ശക്തിയുണ്ട്. രാമനും ഭരതനും ആയിട്ടുള്ള ഞങ്ങൾ 2 പേർക്ക് അവിടുന്ന് പിതാവിന്റെ സത്യത്തെ പാലിക്കണമെന്നുള്ള നിയമമുണ്ട്, അതിനുള്ള ധർമ്മമുണ്ട്. അതുകൊണ്ട് ഞാൻ വനത്തിന് പോവുക എന്നുള്ളത് നടത്തിയിരിക്കും. ഭരതനെ അഭിഷേകം ചെയ്ത് രാജാവാകുവാനും അതിനുള്ള വ്യവസ്ഥകൾ ഇവിടെ നടക്കും. തീർച്ചയായിട്ടും ഈ സത്യം ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അച്ഛൻ വിഷമിക്കേണ്ടതില്ല. ഞാൻ അമ്മയോടും ഭാര്യയോടും അഥവാ കൗസല്യാദേവിയോടും സീതാദേവിയോടും പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വനത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കൗസല്യാമാതാവിന്റെ സമീപത്തേക്ക് ശ്രീരാമൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കൗസല്യാമാതാവ് വിവിധ ഹോമങ്ങളും പൂജാതി കാര്യങ്ങളും എല്ലാം ചെയ്യിച്ച് തന്റെ മകന്റെ ഏറ്റവും നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആ മകന്റെ ഫലം അഥവാ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനകളും ചെയ്ത് കണ്ണുമടച്ച് ധ്യാനിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീരാമൻ അങ്ങോട്ട് എത്തുന്നത്. ശ്രീരാമൻ എത്തിയത് ധ്യാന നിമഗ്നയായിരിക്കുന്ന കൗസല്യ കണ്ടില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന സുമിത്ര കൗസല്യോട് പറയാണ്, മോനെ നീ കണ്ടില്ലേ? കൗസല്യെ കണ്ണു തുറക്കൂ.
ഇതാ രാമൻ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. രാമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൗസല്യ മാതാവ് രാമന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാമന്റെ മുഖത്ത് നിന്ന് കൗസല്യ മാതാവിന് ചെറിയൊരു ഒരു വിഷമം രാമനുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. മന്ദമന്ദം തലോടിക്കൊണ്ട് ആ അമ്മ ചോദിക്കുന്നു, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു. നീ എന്താ മകനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നിന്റെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ, നീ വന്നിരിക്കുന്നത് വിശക്കുന്നുണ്ടോ? ഭക്ഷണം വിളമ്പി തരാം എന്ന് പറയുമ്പോൾ ഉള്ളിൽ വന്ന ദുഃഖത്തെ അടക്കിക്കൊണ്ട് ആ മകൻ ശ്രീരാമൻ പറയുകയാണ്, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം, എത്രയും പെട്ടെന്ന് എനിക്ക് വനവാസത്തിന് പോകണം. എന്നിട്ട് കൈകേയിയിൽ നിന്ന് ദശരഥൻ വാങ്ങിയ ആ 2 വരത്തെ കുറിച്ച് അമ്മയോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് അമ്മ മോഹിച്ച് ഭൂമിയിൽ വീണു, ദുഃഖിച്ച് ഭൂമിയിൽ വീണു, ബോധരഹിതയായി വീണു. അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്ന് കരഞ്ഞുകൊണ്ട് ആ അമ്മ രാമനോട് പറയുകയാണ്, ഇന്ന് നീ കാനനത്തിന് പോയില്ലെങ്കിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നീ ഒറ്റയ്ക്ക് കാട്ടിൽ പോകരുത്, നിന്നെ ഒറ്റയ്ക്ക് ഞാൻ കാട്ടിലേക്ക് വിടില്ല. നീ ഇന്ന് കാട്ടിൽ പോവുകയാണെങ്കിൽ, വനവാസത്തിന് പോവുകയാണെങ്കിൽ രാമ ഞാൻ കൂടെയുണ്ട്, എന്നെ ഉപേക്ഷിച്ച് നീ പോകരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. പൈതലെ വേർവിട്ടു പോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. ഒരു കിടാവിനെ നഷ്ടപ്പെട്ടു പോയ ഒരു പശുവിന്റെ വേദന പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അതുപോലെ എന്റെ മകനെ നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്റെ വേദന എനിക്ക് സഹിക്കാനാവുകയില്ല. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് കാട്ടിൽ പോകരുത്, ഞാൻ കൂടെ വരുന്നു. മാത്രവുമല്ല, നാടുവാഴയണം ഭരതൻ എന്നാകും, നീ കാടുവാഴയണമെന്നുണ്ടോ? ഭരതൻ നാട് ഭരിച്ചോട്ടെ, പക്ഷെ നീ കാട് ഭരിക്കണമെന്ന് എന്തുകൊണ്ടാണ് നിയമിക്കുന്നത്, എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്? അതിനുശേഷം പറയുകയാണ്, താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട്. ഇനി മറ്റൊന്ന് പറയട്ടെ, ഗുരുത്വം എന്നത് എന്റെ വാക്ക് കേൾക്കുന്നതും അച്ഛന്റെ വാക്ക് കേൾക്കുന്നതും ഒരുപോലെയാണെങ്കിൽ, അച്ഛൻ പറഞ്ഞു വനത്തിന് പോകണമെന്ന്, ഞാൻ പറയുന്നു നീ വനത്തിന് പോകണ്ട എന്ന്. അച്ഛന്റെ വാക്ക് ഗുരുത്വമുള്ളതാണെങ്കിൽ അമ്മയുടെ വാക്കും ഗുരുത്വമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിച്ചാലും എന്ന് പറയുമ്പോ എന്നിട്ട് കൂടെ പറയുകയാണ്, നീ അനുസരിച്ചില്ലെങ്കിൽ, നീ കാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ പ്രാണനെ നശിപ്പിക്കും, പ്രാണനെ ത്യജിക്കുമെന്ന് പറയുന്നു. ദുഃഖത്തോടുകൂടി ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സൗമിത്രി ലക്ഷ്മണൻ. കാരണം ലക്ഷ്മണൻ നേരത്തെ കൊട്ടാരത്തിലെ സമയത്ത് അവിടെ ഉണ്ടായ കൈകേയിയുടെ ആ പെരുമാറ്റമെല്ലാം കണ്ടു. ഇവിടെ വന്ന സമയത്ത് കൗസല്യ മാതാവിന് ദുഃഖം കണ്ടു. ഇതെല്ലാം കണ്ട് സഹിക്കവയ്യാതെ ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുകയാണ്. ലക്ഷ്മണൻ തിളച്ചുമറിയുന്ന മുഖഭാവത്തോടു കൂടിയിട്ട് ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ആ കൈകേയിയുടെ നടപടിയെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേദനയും ദുഃഖവും കലർന്ന് അവിടെ പ്രതികരിക്കുകയാണ്. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം സാന്തേതരം പ്രഭാഹീനം ശഠപ്രിയം. ദശരഥനെ കുറിച്ച് പറയുന്നു. കൗസല്യയുടെ വാക്കുകൾ കേട്ട് വേദനയോടുകൂടി ലക്ഷ്മണൻ പറയുകയാണ്, ശോകരോഷങ്ങൾ നിറഞ്ഞ ആ നേത്രാഗ്നിയോടുകൂടി, കണ്ണുകളെ തീജ്വാലയോടുകൂടിയിട്ട് പറയുകയാണ്, ലോകം മുഴുവൻ ദഹിക്കുമാറ് ലക്ഷ്മണൻ ശ്രീരാമൻ നോക്കിക്കൊണ്ട് പറയുകയാണ്, അങ്ങേക്ക് ദുഃഖമുണ്ടാവാൻ കാരണം ഭ്രാന്തചിത്തനായിരിക്കുന്ന നമ്മുടെ അച്ഛന്റെ സ്വഭാവം കൊണ്ടാണ്. സ്ത്രീജിതനായിരിക്കുന്ന, വൃദ്ധനായിരിക്കുന്ന, അശാന്തനായിരിക്കുന്ന, നാണമില്ലാത്തവനായിരിക്കുന്ന നമ്മുടെ അച്ഛനെ ഞാൻ പിടിച്ചു കെട്ടാം, ശത്രുക്കളായിട്ടുള്ളവരൊക്കെ ഞാൻ കൊല്ലാം, ഒരു പ്രയാസവുമില്ലാതെ. അല്ലയോ ശ്രീരാമ ജ്യേഷ്ഠ, അങ്ങേ രാജ്യാഭിഷേകം ഞാൻ നടത്താം. അച്ഛനെ കെട്ടിയിട്ടിട്ടാണെങ്കിലും അച്ഛനെ തുറുങ്കിലടച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും അമ്മ സന്തോഷവതിയായിരിക്കേണ്ടതായിട്ടുണ്ട്, ശ്രീരാമൻ സന്തോഷവാനായിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനെ തുറുങ്കിലടച്ചിട്ടാണെങ്കിലും അല്ലയോ ശ്രീരാമ ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ അഭിഷേകം നടത്തും എന്ന് പറയുകയാണ്. അതിന്റെ അടിയിൽ ഏറ്റവും അവസാനം ലക്ഷ്മണൻ പറയുകയാണ്, കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. കാര്യമല്ലാത്തത് ചെയ്താൽ, ഗുണമല്ലാത്തത് ചെയ്താൽ, സത്യമല്ലാത്തത് ചെയ്താൽ, ധർമ്മമല്ലാത്തത് ചെയ്താൽ ആചാര്യനായാലും ശാസിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള തത്വത്തെയും കൂടി ലക്ഷ്മണൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ദിവസം, 5ാമത്തെ ദിവസം രാമായണ പാരായണത്തിൽ, രാമായണ പഠനത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതാണ്ട് 623 വരികളിലൂടെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം, എന്താണ് മനുഷ്യ ജീവിതത്തിൽ വേണ്ടതായിട്ട് പ്രധാനപ്പെട്ട സവിശേഷതകളും ഗുണങ്ങളും എന്ന് വളരെ വളരെ സുവ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദുഷ്ടസംഘം കൊണ്ട് എങ്ങനെയാണോ കൈകേയി മന്ദരയോടുള്ള ഇടപെടലിലൂടെ എങ്ങനെയാണോ ഏറ്റവും ശ്രേഷ്ഠ മനോഭാവം ഉണ്ടായിരുന്ന കൈകേയി ദുഷ്ടചിത്തയായി മാറിയത് എന്ന് കൃത്യമായി രാമായണത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഇടപെടുന്ന ആളുകളുടെ സ്വഭാവം നമ്മളെ കൂടി നാശമാക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് മുഴുകാതെ
അവർ മോശം സ്വഭാവമാണെങ്കിൽ അവരെ കൂടെ നന്നാക്കാൻ പാകത്തിന് നമ്മൾ മാറുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവരിലുള്ള കളങ്കം നമ്മളിലേക്ക് വരികയല്ല വേണ്ടത്. ആ ഒരു പാഠം നമുക്ക് രാമായണത്തിലെ രാമാഭിഷേക വിഘ്നം നമ്മളെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഉത്തമനായിട്ടുള്ള മകൻ, മധ്യമനായിട്ടുള്ള മകൻ, അധമനായിട്ടുള്ള മകൻ. എന്താണോ ഒരു മക്കൾ പിതൃക്കളിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് രാമൻ തന്റെ ജീവിത സാഹചര്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗവും ഈ ചിന്നാഭിഷേകത്തിലുണ്ട്. അത് മാത്രവുമല്ല, അവസാനം ലക്ഷ്മണൻ പറയുന്നു, കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. കാര്യമല്ലാത്തത് ചെയ്താൽ ആചാര്യനാണെങ്കിലും തീർച്ചയായിട്ടും ചീത്ത പറയണം, ശാസനം ചെയ്യണം എന്ന് ലക്ഷ്മണൻ പറയുന്നതോട് കൂടിയിട്ട് വിലപ്പെട്ട ഒരുപാട് സന്ദേശങ്ങൾ, ജീവിത ഗന്ധിയായ സന്ദേശങ്ങൾ ഈ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ നന്മയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ മഹാഗുരു പരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗം ഗുരുപരമ്പരയുടെ പദകമലങ്ങളിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.